നമ്മുടെയൊക്കെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള പ്രിയപ്പെട്ട മൂസ ഹാജിയെ ഇന്ന് ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ദിക്ർ വാർഷിക മജ്ലിസും സംഘടിപ്പിക്കുന്നു. ഈയൊരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മേഖലയിലൊക്കെ നമ്മുടെ ഈ മഹല്ല് ദിക്ർ സദസ്സുകളും സ്വലാത്ത് സദസ്സുകളൊക്കെ നടത്തി നമ്മയൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹല്ല്, ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അത്യാന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മീയമായ സംസ്കരണമാണ്. ആ സംസ്കരണം എന്നുള്ളത് നമ്മെ ശുദ്ധീകരിക്കുവാനും അള്ളാഹുവിലേക്ക് അവൻ തൃപ്തിപ്പെട്ട രീതിയിലേക്ക് മടങ്ങാനുമുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, അത്തിപ്പറ്റ ഉസ്താദ് പോലുള്ള നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ദിക്റിൻ്റെ അഹ്ലുകാരാക്കി നമ്മളെയൊക്കെ മാറ്റുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നാം അനുഭവിക്കുകയും അങ്ങനെ നമുക്ക് സമാധാനവും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിലുള്ള ചിന്തയാണ് മനസ്സിന് നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദർശനമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു ഈ ദിക്റിൻ്റെ വാർഷികം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഓതിയതായിട്ടുള്ള ദിക്റും സ്വലാത്തൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ അക്കജ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തുവരുമാറാവട്ടെ. എല്ലാ ഉദ്ദേശവും അള്ളാഹു പൂർത്തീകരിച്ചുമാറാവട്ടെ. ഇങ്ങനെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഫോറം ലത്തീഫയോടും അതുപോലെ സിദ്ദീഖിനോടും ചോദിച്ചു, മൂസ ഹാജി അദ്ദേഹത്തിൻ്റെ നാടെവിടെയാണ് എന്നൊക്കെ. കാരണം അതായത് ഈ അടുത്താണ്, കുറച്ചു കാലങ്ങളായി റീൽസിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാഗ്രൻസ് മാൻ, ഒരു സുഗന്ധ മേഖലയിൽ ഇന്ന് ലോകം കീഴടക്കിയിട്ടുള്ള വ്യക്തി. നമ്മളെല്ലാവരും സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊക്കെ ഒരു നേരം സുഗന്ധം അടിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു അനുഭവമാണ് നമ്മളൊക്കെ. അത്രയധികം നമ്മൾ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടത് സുഗന്ധമായിരുന്നു. നമ്മളൊക്കെ ആളുകൾക്ക് സമ്മാനമായി കൊടുക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്. പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധം പൂശി സുന്നത്താണ്. പെരുന്നാക്കും ഒക്കെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഒരു അപ്പിയറൻസിൻ്റെ ഒരു ഭാഗമായി സുഗന്ധം മാറിയിരിക്കുന്നതാണ്. മൂസാജി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുന്ന് നാട് വിട്ട് ദുബായിൽ പോയി. അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി പറയുന്ന ഡോക്യുമെൻ്ററി വരെ കുഞ്ഞു എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആണ്. നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വ്യത്യസ്തമായി ചിന്തിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ഒരുപാട് പുതിയ ചെറുപ്പക്കാർ ഇന്ന് ഈ പെർഫ്യൂം മേഖലയിൽ ഇന്ന് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ആ കാലത്ത് അങ്ങനെ ചിന്തിക്കുകയും അന്ന് പോളണ്ട് എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് പോളണ്ട് എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം പോളണ്ടിലായിരുന്നു. പക്ഷേ അദ്ദേഹം പോളണ്ടിലിടക്ക് പെർഫ്യൂം വാങ്ങാനും വിൽക്കാനൊക്കെ പോയിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ പ്രത്യേകത എന്നൊന്ന് അവിടെ പോയാൽ ചിലപ്പം നമുക്ക് കയ്യിൽ വാശിനെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൈ ഉണ്ടാവില്ല, അത്രയും റോബറിയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ധൈര്യപൂർവ്വം അവിടെ പോയി ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ധൈര്യമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ 160-ലേറെ രാജ്യങ്ങളിൽ ഇന്ന് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് തന്നെ അഭിമാനമാണ്. മാത്രമല്ല ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി ഇന്ത്യയിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ ലോകത്തറിയപ്പെടുന്നു എന്നുള്ളത് നമുക്കുള്ള ഏറ്റവും വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ആഘോഷിക്കുകയാണ് നമ്മുടെ മഹല്ല്. അദ്ദേഹം ഈ മഹലുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അവിടെയാണിപ്പോൾ ഇന്ന് ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും അതുപോലെ ഓഫീസൊക്കെ അടക്കമുള്ള സൗകര്യം അതും ചെയ്തു കൊടുത്തു. മാത്രമല്ല അതിന് മുന്നേ തന്നെയും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ താൻ വളരുന്നതോടൊപ്പം നമ്മുടെ നാടും വളരുക, നമ്മുടെ പള്ളി മദ്രസ പോലുള്ള നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മളൊക്കെ എന്നും റിലേ ചെയ്യുന്ന, നമ്മളെന്നും
സമാധാനം കാക്ഷിക്കുന്ന ഇത്തരം ആത്മീയ മേഖലയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടി എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഏകദേശം 15 വീടോളം പാവങ്ങൾക്കായി നിർമ്മിക്കാം എന്നത് ഏറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നാട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സേവനം അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെ കൂടുതൽ പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ടൈം മാനേജിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും പല പരിപാടികളൊക്കെ അകപ്പെട്ട് ചിലപ്പോൾ വൈകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വിജയം പിന്നെ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്ററാക്ഷനിൽ അവിടെ കുഞ്ഞാട് സാഹിബ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കുട്ടികളെ ചോദിക്കണം എന്താണ് ഈ ടൈം മാനേജ്മെൻറ്റ് രഹസ്യം എന്നുള്ള. അപ്പോൾ നമ്മൾ മാക്സിമം മടിയന്മാരാവാതിരിക്കുക, അതാണ് ഏത് സമയത്ത് നമ്മൾ എപ്പോഴും അവൈലബിൾ ആവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മുസാജിയൊക്കെ ടൈം കൃത്യമായി പാലിച്ച് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, അതുപോലെ കഠിനാധ്വാനം, ആത്മാർത്ഥത, സത്യസന്ധത, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അതുകൊണ്ട് നമുക്കും ആ രീതിയിൽ പുതിയ തലമുറകൾക്കൊക്കെ അത്തരം രീതിയിൽ സ്വപ്നം കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമാണ്. അദ്ദേഹം ഇവിടെ ആദരിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിനെ ആഘോഷിക്കപ്പെടുമ്പോഴൊക്കെ പുതിയ തലമുറക്ക് ഇന്ന് ഒരു പ്രചോദനമാണ്. അപ്പോൾ എല്ലാ രീതിയിലും വിജയിക്കുക എന്നുള്ളതാണ്. പല വ്യത്യസ്തമായ മേഖലയിൽ വിജയിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം കിട്ടുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം. അള്ളാഹു അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദിക്റിൻ്റെ ഹക്ക് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് മാറാവട്ടെ.